പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗം ടെറ്റ്സുക്കോ കുറോയാനഗിയുടെ ആത്മകഥാംശമുള്ള നോവലായ ടോട്ടോ-ചാൻ, ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന പുസ്തകത്തിൽ നിന്നെടുത്തതാണ്. ഇതൊരു ചെറിയ കുട്ടിയുടെ ഒരു സ്കൂൾ യാത്രയുടെ കഥയാണ്. ഈ യാത്ര ടോട്ടോ-ചാൻ എന്ന ആ കൊച്ചുമിടുക്കിക്ക് ഒരുപാട് സന്തോഷവും ആവേശവും സമ്മാനിച്ചു. ടോമോ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആവേശവും സന്തോഷവും നൽകിയ ഒരു യാത്രയുടെ വിവരണമാണ് ഈ ഭാഗം. സ്കൂൾ അവധിക്കാലം കഴിഞ്ഞതിനുശേഷം ഇസു പെനിൻസുലയിലെ ടോയി എന്ന സ്ഥലത്തുള്ള ഒരു കടൽത്തീര റിസോർട്ടിലേക്കായിരുന്നു യാത്ര. ഈ യാത്ര 3 ദിവസവും 2 രാത്രിയും നീണ്ടുനിന്നു. ചില കാര്യങ്ങൾ ഈ യാത്രയെ അവിസ്മരണീയമാക്കി. ഒന്നാമത്തേത്, പ്രധാനാധ്യാപകന്റെ ലളിതമായ നിർദ്ദേശം. യാത്ര പുറപ്പെടും മുൻപ് നിങ്ങൾ ആരും വഴിതെറ്റിപ്പോകരുത് എന്ന ഒരൊറ്റ നിർദ്ദേശം മാത്രമാണ് പ്രധാനാധ്യാപകൻ നൽകിയത്. എന്നിട്ടും ടോമോയിലെ കുട്ടികൾ ട്രെയിനിലും കപ്പലിലുമെല്ലാം അതിശയകരമായ അച്ചടക്കം പാലിച്ചു. പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കാതെ തന്നെ നല്ല പെരുമാറ്റം അവരുടെ സ്കൂൾ ജീവിതം അവരിൽ വളർത്തിയിരുന്നു. 2. അത്ഭുതകരമായ ഹോട്ട് സ്പ്രിംഗ്. കടലിൽ തന്നെ ഒരു ചൂട് നീരുറവയുണ്ടായിരുന്നു. ഇതിനെ വേർതിരിക്കുന്ന അതിരുകളുണ്ടായിരുന്നില്ല. ഈ ചൂടുവെള്ളത്തിൽ കുട്ടികൾ നീന്തുകയും കുളിക്കുകയും ചെയ്തു. 3. യഥാർത്ഥ ലോക അനുഭവം. കടൽ തീരത്ത് തനിയെ ഒരു വലിയ തടിബോട്ടുണ്ടാക്കുന്ന ഒരു മനുഷ്യനെ അവർ കണ്ടുമുട്ടി. ടോട്ടോ-ചാന് അദ്ദേഹം മരത്തടി ചുരുണ്ടിയെടുത്ത ചുരുണ്ട ഒരു ഭാഗം സമ്മാനമായി നൽകി. രാത്രിയിൽ കുട്ടികൾ ഭീകര കഥകൾ പറഞ്ഞാസ്വദിച്ചു. ഈ യാത്ര ഒരു യഥാർത്ഥ ജീവിത അനുഭവമായിരുന്നു. 4. ഓർമ്മയിലെ ഫോട്ടോ. മടങ്ങിപ്പോകുന്നതിനു മുൻപ് പ്രധാനാധ്യാപകനെടുത്ത എല്ലാവരും ചേർന്നുള്ള ഫോട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എല്ലാവരുടെയും ഒരു അമൂല്യ സമ്പാദ്യമായി മാറി. ഈ സന്തോഷകരമായ ആദ്യത്തെ വേനലവധിക്കാല യാത്ര ടോട്ടോ-ചാൻ ഒരിക്കലും മറന്നില്ല. ഇനി കഥയുടെ മലയാള പരിഭാഷ നോക്കാം. ഒരു ചൂടുനീരുറവയിലേക്കുള്ള യാത്ര, എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. വേനലവധിക്കാലം അവസാനിച്ചു. ഒടുവിൽ ചൂടുനീരുറവ റിസോർട്ടിലേക്കുള്ള യാത്രയുടെ ദിവസം വന്നെത്തി. ടോമോയിലെ വിദ്യാർത്ഥികൾക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. ഷിസുവോക്കയിലെ ഇസു പെനിൻസുലയിലെ ടോയി എന്ന സ്ഥലത്തുള്ള ഒരു കടൽത്തീര സ്കൂളിലേക്കായിരുന്നു യാത്ര. അവിടെ കടലിൽ തന്നെ ഒരു ചൂടുനീരുറവയുണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് നീന്താനും ചൂടുവെള്ളത്തിൽ കുളിക്കാനും കഴിഞ്ഞിരുന്നു. യാത്ര 3 ദിവസവും 2 രാത്രിയും നീണ്ടുനിന്നു. ഒരു വിദ്യാർത്ഥിയുടെ അച്ഛന് അവിടെ ഒരു അവധിക്കാല വീടുണ്ടായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള ടോമോയിലെ 50 വിദ്യാർത്ഥികൾക്കും അവിടെ താമസിക്കാം. തന്റെ അമ്മ തന്നെ യാത്രയ്ക്ക് വിടുമോ എന്ന് ടോട്ടോ-ചാന് ഉറപ്പില്ലായിരുന്നു. അമ്മേ, എനിക്ക് യാത്രയ്ക്ക് പോകാമോ? അവൾ മടിച്ചും ചോദിച്ചു. എന്നാൽ പ്രധാനാധ്യാപകന്റെ കത്ത് അമ്മയ്ക്ക് നേരത്തെ കിട്ടിയിരുന്നു. ടോട്ടോ-ചാനെ വിടാൻ അമ്മ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഭാഗം 1. എല്ലാവരും യാത്ര തുടങ്ങാനായി ഒരുമിച്ചപ്പോൾ പ്രധാനാധ്യാപകൻ പറഞ്ഞു, എങ്കിൽ കേട്ടോളൂ, നമ്മൾ ട്രെയിനിലും കപ്പലിലുമാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങളിൽ ആരും വഴിതെറ്റിപ്പോകരുത്. നിങ്ങൾക്ക് മനസ്സിലായോ? ശരി, നമുക്ക് പോകാം. അദ്ദേഹം നൽകിയ ഏക നിർദ്ദേശം ഇതുമാത്രമായിരുന്നു. എന്നിട്ടും കുട്ടികൾ ട്രെയിനിൽ അത്ഭുതകരമാം വിധം അച്ചടക്കമുള്ളവരായിരുന്നു. ആരും ട്രെയിൻ ബോഗികളിലൂടെ ഓടി നടന്നില്ല. അടുത്തടുത്തിരിക്കുന്നവർ മാത്രം പതുക്കെ സംസാരിച്ചു. ടോമോയെ കുട്ടികളെ പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായി ആരും പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ അവരുടെ സ്കൂൾ ജീവിതം മാന്യതയുടെയും നല്ല പെരുമാറ്റത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ അവരിൽ എങ്ങനെയായോ ഉറപ്പിച്ചിരുന്നു. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അനിയന്ത്രിതമായ പെരുമാറ്റം കാണിക്കുകയോ ചെയ്തില്ല. എവിടെയെങ്കിലും മാലിന്യം കണ്ടാൽ അവരത് പെറുക്കിയെടുക്കും. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയുമില്ല. ഏറ്റവും വലിയ ആശ്ചര്യം ടോട്ടോ-ചാനായിരുന്നു. അവളുടെ പഴയ സ്കൂളിൽ അവൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ ജനലിലൂടെ പുറത്തെ സംഗീതജ്ഞരോട് സംസാരിക്കുമായിരുന്നു. എന്നാൽ ടോമോയിൽ ആദ്യ ദിവസം മുതൽ അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും പാഠങ്ങൾ ശരിയായി ചെയ്യുകയും ചെയ്തു. അവളുടെ പഴയ സ്കൂളിലെ ഏതെങ്കിലും അധ്യാപകർ അവളെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. തീർച്ചയായും ഇത് ടോട്ടോ-ചാൻ അല്ല, ഇത് മറ്റാരോ ആയിരിക്കും, അവർ പറഞ്ഞേക്കാം. നുമസുവിൽ വെച്ച് അവർ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു കപ്പലിൽ കയറി. അതൊരു വലിയ കപ്പലായിരുന്നില്ല. എങ്കിലും കുട്ടികൾക്ക് വലിയ ആവേശമായിരുന്നു. അവർ ഡെക്കിന്റെ എല്ലാ കോണുകളും പരിശോധിച്ചു. എല്ലാത്തിലും കൈകൾ വലിക്കുകയും കുത്തിനോക്കുകയും ചെയ്തു. എന്നാൽ അധികം വൈകാതെ കടൽ പ്രക്ഷുബ്ധമായി. ടോട്ടോ-ചാനും മറ്റു ചിലർക്കും കപ്പൽ യാത്രാക്ഷീണം, അതായത് സീസിക് അനുഭവപ്പെടാൻ തുടങ്ങി. കപ്പൽ ആടിയുലഞ്ഞപ്പോൾ പ്രായം കൂടിയ ഒരു പയ്യൻ കപ്പലിന്റെ മധ്യഭാഗത്തുനിന്ന് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഓടി ഊപ്സ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് വളരെ രസകരമായിരുന്നു. വയറുവേദനിച്ചിട്ടും കുട്ടികൾക്ക് ചീരിക്കിടക്കാൻ കഴിഞ്ഞില്ല.
അവർ കപ്പലിൽ നിന്നിറങ്ങിയപ്പോൾ മറ്റെല്ലാവർക്കും സുഖം പ്രാപിക്കുകയും സുഖമായിരിക്കുകയും ചെയ്തപ്പോൾ ആ ഊപ്സ് പയ്യന് അസുഖം അനുഭവപ്പെടാൻ തുടങ്ങി. ടോയിലെ റിസോർട്ട് മരങ്ങൾ നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ടതും കടലിനോട് ചേർന്നതും ശാന്തവും മനോഹരവുമായൊരു ഗ്രാമമായിരുന്നു. അല്പസമയം വിശ്രമിച്ചതിനു ശേഷം അധ്യാപകർ കുട്ടികളെ കടലിൽ കുളിക്കാനായി ദാവിടെ കൊണ്ടുപോയി. അത് സ്കൂളിലെ നീന്തൽക്കുളം പോലെ അല്ലായിരുന്നു. അതുകൊണ്ടവർ നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചു. കടലിലെ ചൂടുനീരുറവ വളരെ അസാധാരണമായിരുന്നു. അത് വെയില് കെട്ടിത്തിരിക്കാത്തതിനാൽ ചൂടുനീരുറവയെ കടലിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന അതിർവരമ്പ് ഉണ്ടായിരുന്നില്ല. ചൂടുനീരുറവയുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കുനിഞ്ഞിരുന്നാൽ ചൂടുവെള്ളം കഴുത്തറ്റം ഉയരത്തിൽ വരും. അതൊരു ചൂട് കുളിമുറിയിലിരിക്കുന്നതുപോലെ വളരെ മനോഹരമായ അനുഭവമായിരുന്നു. അക്കാലത്ത് കടൽത്തീരം വിജനമായിരുന്നു. അത് അവരുടേതായ ഒരു സ്വകാര്യ ബീച്ചിലായിരിക്കുന്നതുപോലെയായിരുന്നു. കുട്ടികൾ ഈ അസാധാരണമായ ചൂടുനീരുറവ കടൽക്കുളിയിൽ ആഹ്ലാദിച്ചു. കുറച്ചുനേരം വെള്ളത്തിൽ ചെലവഴിച്ചതിനു ശേഷം വൈകുന്നേരം അവർ വീട്ടിലേക്ക് തിരിച്ചുവന്നപ്പോൾ അവരുടെ വിരലുകൾ നിറയെ ചുളിവുകളുണ്ടായിരുന്നു. ഓരോ രാത്രിയും പുതപ്പിനുള്ളിൽ കയറി കിടന്നതിനു ശേഷം കുട്ടികൾ ഊഴം വെച്ച് പ്രേതകഥകൾ പറഞ്ഞു. ടോട്ടോച്ചാനും മറ്റു 1-ാം ക്ലാസ്സുകാരും പേടിച്ച് കരഞ്ഞുപോയിരുന്നു. എന്നിട്ടും അവരുടെ കണ്ണുനീരിനിടയിലും അവർ ചോദിക്കും, എന്നിട്ടെന്ത് സംഭവിച്ചു? സ്കൂളിനുള്ളിലെ ക്യാമ്പിങ്ങിൽ നിന്നും ധൈര്യപരീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി ടോയ് സ്പാ റിസോർട്ടിലെ 3 ദിവസത്തെ താമസം ഒരു യഥാർത്ഥ ജീവിത അനുഭവമായിരുന്നു. അവിടെ ചീവീടുകൾ നിറഞ്ഞ വനവും ഐസ്ക്രീം വാങ്ങാൻ കഴിയുന്ന ഒരു കടയും ഉണ്ടായിരുന്നു. കൂടാതെ സ്വന്തമായൊരു വലിയ തടിബോട്ടുണ്ടാക്കുന്ന ഒരു മനുഷ്യനെയും അവർ ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടി. അത് ഇതിനോടകം തന്നെ ബോട്ടിന്റെ ആകൃതിയിലായിരുന്നു. ഓരോ ദിവസവും രാവിലെ അവർ ആദ്യം ചെയ്തത് അദ്ദേഹം എത്രത്തോളം ജോലികൾ ചെയ്തു എന്ന് കാണാൻ ബീച്ചിലേക്ക് ഓടുകയായിരുന്നു. ആ മനുഷ്യൻ ടോട്ടോച്ചാന് വളരെ നീളവും ചുരുളുകളുമുള്ള ഒരു മരത്തടി ചുരണ്ടിയ ഭാഗം സമ്മാനമായി നൽകി. ഒരു സൂവനിയർ ഫോട്ടോഗ്രാഫ് എടുത്താലോ? പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ പ്രധാനാധ്യാപകൻ ചോദിച്ചു. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ അവർ മുൻപെടുത്തിട്ടില്ലായിരുന്നു. ഈ ആശയം കുട്ടികൾക്ക് ആവേശം നൽകി. പ്രധാനാധ്യാപകൻ ക്യാമറയുമായി തയ്യാറായ ഉടനെ ഒരാൾ ടോയ്ലറ്റിൽ പോയിരുന്നു. പിന്നെ ഒരാൾ ഷൂസ് മാറ്റിയെടുത്തു. അദ്ദേഹം അവസാനം എല്ലാവരും തയ്യാറായോ എന്ന് ചോദിച്ചപ്പോൾ 1-2 കുട്ടികൾ നിലത്തു കിടക്കുകയായിരുന്നു. ഇത്രയും നേരം പോസുകൾ പിടിച്ചവർ ക്ഷീണിച്ചിരുന്നു. എല്ലാവരെയും ഫോട്ടോയ്ക്ക് വേണ്ടി തയ്യാറാക്കുക എന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈ പ്രക്രിയയ്ക്ക് വളരെയധികം സമയമെടുത്തു. എന്നാൽ കടൽ പശ്ചാത്തലത്തിൽ ഓരോ കുട്ടിയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോസ് ചെയ്ത ആ ഫോട്ടോഗ്രാഫ് അവരിൽ ഓരോരുത്തർക്കും ഒരു അമൂല്യ സമ്പാദ്യമായി മാറി. അതൊന്ന് കാണുമ്പോൾ തന്നെ ഓർമ്മകൾ മനസ്സിലേക്ക് പ്രവഹിക്കും. ടോട്ടോച്ചാൻ ആ ആദ്യത്തെ സന്തോഷകരമായ വേനലവധിക്കാല യാത്ര ഒരിക്കലും മറന്നില്ല. ഈ പാഠഭാഗം എഴുതിയത് ടെറ്റ്സുകോ കുറോയാനഗിയാണ്. ടെറ്റ്സുകോ കുറോയാനഗി തന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ഈ നോവൽ എഴുതിയത്. ടോമോയിലെ വിദ്യാർത്ഥികളുടെ അസാധാരണമായ സ്കൂൾ ജീവിതവും അവരുടെ പ്രധാനാധ്യാപകനായിരുന്ന കൊബയാഷി എന്ന വ്യക്തി കുട്ടികൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും സ്നേഹവും ഈ പുസ്തകത്തിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.